നമസ്കാരം. ഹയർ സെക്കൻഡറി +1 ഫിസിക്സ് ജീനിയസ് അക്കാഡമി കണ്ണനല്ലൂർ നടത്തി വരുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ഭാഗത്തെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ വെക്റ്റർ എന്ന് പറയുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ, അതായത് ഒരു പ്ലെയിൻ മോഷൻ അല്ലെങ്കിൽ ഒരു 2 ഡയമെൻഷണൽ മോഷനെ പറ്റിയിട്ട് ഉള്ള അതിലെ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന ഭാഗത്തിലേക്ക് നമ്മൾ കടന്നായിരുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങിയായിരുന്നു അല്ലേ? അപ്പോൾ പ്രൊജക്റ്റൈൽസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലേ? അപ്പോൾ ഇതിൽ പ്രൊജക്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടായിരിക്കണം, പിന്നീടുള്ള അതിൻ്റെ മോഷൻ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലായിരിക്കണം ത്രൂ ഔട്ട് അതിൻ്റെ മോഷൻ എന്ന് പറയും. പിന്നീടുള്ള അതിൻ്റെ മോഷനെ കംപ്ലീറ്റ്ലി ഫ്യൂൽ ചെയ്യുന്നത്, യാതൊരു തരത്തിലും അതിൻ്റെ മോഷനെ മറ്റൊരു കാര്യങ്ങളും എന്ത് ചെയ്യരുത്, അഫക്റ്റ് ചെയ്യരുത്. കംപ്ലീറ്റ്ലി ആ മോഷൻ എന്തിനെ അഫക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് പോകുന്നത്? കംപ്ലീറ്റ്ലി എന്തിനെ വെച്ചിട്ടാണ്? ഗ്രാവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരിക്കും പിന്നീടുള്ള അതിൻ്റെ കംപ്ലീറ്റ് മോഷൻ എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ളൊരു ഒബ്ജക്റ്റിൻ്റെ മോഷൻ വിളിക്കുന്ന പേരായിരുന്നു പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 2 തരത്തിലുള്ള പ്രൊജക്റ്റൈൽ മോഷനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് ഹൊറിസോണ്ടലായിട്ടുള്ളതും, ഒപ്പം തന്നെ ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു ലെവലിന് ഒരു ആംഗിൾ ഉണ്ടാക്കുന്ന തരത്തിലും എന്ത് ചെയ്യാം, പ്രൊജക്റ്റൈൽ മോഷൻ സംഭവിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു വിട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു? ഇതായിരുന്നു ആ ഒരു 2 ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു വെലോസിറ്റിയോട് കൂടിയ ഒരു ഒബ്ജക്റ്റിനെ, യു എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ വെലോസിറ്റിയോട് കൂടിയ ഒരു ഒബ്ജക്റ്റിനെ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ഇതാ ഇങ്ങനെ പോയി ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ പോയി. അപ്പം ആ ഒരു ഒറിജിനിൽ നിന്നും അവിടേക്ക് എന്തുണ്ടായിരിക്കും, ഒരു ഹൊറിസോണ്ടൽ റേഞ്ച് ഉണ്ടായിരിക്കും. ഇതൊരു തരത്തിലുള്ള പ്രൊജക്റ്റൈൽ മോഷൻ. ഇതിനെ പറ്റിയിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിരുന്നു. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹൊറിസോണ്ടലി ഒരു പർട്ടിക്കുലർ ആംഗിൾ കൊടുത്തുകൊണ്ടാണ് എറിയുന്നത്. യു എന്ന് പറയുന്ന വെലോസിറ്റി ഇതാ ഇങ്ങനെയാണ്, ഈ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാകുന്നതിൻ്റെ തീറ്റ എന്ന് പറയുന്നൊരു ആംഗിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന പ്രൊജക്റ്റിൽ മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ പോകുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഈ ഒരു ഒറിജിനിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നുണ്ട്. ഇതിനെന്തെടുക്കുന്നുണ്ട്, പർട്ടിക്കുലർ ടൈമും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഈ പറയുന്ന ഹൊറിസോണ്ടൽ ലെവലിന് ഒരു പർട്ടിക്കുലർ ആംഗിൾ ഉണ്ടാക്കുന്ന രീതിയിൽ പ്രൊജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് അതിൻ്റെ മോഷൻ, അല്ലെങ്കിൽ അതിൻ്റെ മോഷൻ എങ്ങനെയാണ്, അതിൻ്റെ അത് അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണ്, അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ്, പ്രൊജക്റ്റ് ചെയ്ത പോയിൻ്റ് തൊട്ട് ആ ഒരു മോഷൻ അവസാനിക്കാൻ വരെ എത്ര സമയമെടുത്തു, ഇനി ഇനിഷ്യൽ പോയിൻ്റ് തൊട്ട് ഫൈനൽ പോയിൻ്റ് വരെ ഹൊറിസോണ്ടലി എത്ര ഡിസ്റ്റൻസിൽ അത് ട്രാവൽ ചെയ്തു എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്ത് വെച്ചിട്ടാണ്, ഒരു ഒബ്ജക്റ്റിനെ ഇതേപോലെ എടുത്ത് എറിയുന്നതും അതേ ഒബ്ജക്റ്റിനെ തന്നെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്താലും ഇത് രണ്ട്, ആൻ ഒബ്ജക്റ്റ് ഡ്രോപ്ഡ് an object projected horizontally. ഇത് രണ്ടും ഒരേ സമയമാണ് എടുക്കുന്നത്. Take same time to reach the ground.
ഗ്രൗണ്ടിലെത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എന്താണ്? രണ്ട് കേസിലും എന്താണ്? സെയിം ആണ്. ഗ്രൗണ്ടിലെത്താൻ എടുക്കുന്ന സമയം രണ്ട് കേസിലും സെയിം ആണ്. അപ്പോൾ അതാണ് എന്ത് എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ഡെറിവേഷനിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ആ ഒരു കാര്യമാണ്. അപ്പോൾ താഴെ എത്താൻ എടുക്കുന്ന സമയം ഇപ്പോൾ ഇതിന് ഒരേ ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള രണ്ട് ഒബ്ജക്റ്റുകളാണെന്നുണ്ടെങ്കിൽ ഇതാണെങ്കിൽ ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ താഴെ എത്താൻ എടുക്കുന്ന സമയവും രണ്ടും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പം അത് വെച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് ഈ താഴെ എത്താൻ എടുക്കുന്ന സമയം ഡ്രോപ്ഡിൻ്റെ കേസിലാകുമ്പോഴത്തേക്കും എന്തായിരിക്കും? യു എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനീഷ്യൽ വെലോസിറ്റി ആൻ ഒബ്ജക്റ്റീവ് ഡ്രോപ്ഡ് അല്ലെങ്കിൽ ആൻ ഒബ്ജക്റ്റീവ് അണ്ടർ ഫ്രീ ഫോൾ എന്നൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ് എന്നാണ്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ആൻ ഒബ്ജക്റ്റ് ഈസ് ഡ്രോപ്ഡ്. അത് വീണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം വീണ്ടും പറയുന്ന കാരണം കൊണ്ടല്ല, അത് ഒരുപാട് ക്വസ്റ്റ്യനുകളിൽ അല്ലെങ്കിൽ പ്രോബ്ലമുകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റീറ്റീവ് എക്സാംസിലുമൊക്കെ നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു ക്ലൂ ആണെന്ന് പറയുന്നത്. ആൻ ഒബ്ജക്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്നോ അല്ലെങ്കിൽ ആൻ ഒബ്ജക്റ്റ് ഡ്രോപ്ഡ് എന്നോ എ ഫ്രീലി ഫോളിങ് ഒബ്ജക്റ്റ് എന്നൊക്കെയോ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് റെസ്റ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് എന്താണ്? 0 ആണ് എന്നുള്ളതാണ്. അപ്പോൾ താഴെ എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് v ഈക്വൽ ടു അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പം എച്ച് എന്ന് പറയുന്ന ഹൈറ്റിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്, ഇതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതായത് എച്ച് ഹൈറ്റിൽ നിന്നാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്? ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എസ് എസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുക. എസ് എന്ന് പറയുന്നത് എന്താണ്? എച്ച് ആണ്. ഡ്രോപ്പ് ചെയ്യുന്ന ബോഡി താഴേക്ക് എച്ച് ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. യു എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ഈ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 0 ആയി പോകും. ഹാഫ് താഴോട്ടാണ് മോഷൻ, താഴേക്കാണ് മോഷൻ എന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് എടുക്കേണ്ടത് ജി ആയിട്ട് എടുക്കേണ്ടത്. ഒരു ബോഡിയുടെ ഡൗൺവേർഡ് മോഷൻ അല്ലെങ്കിൽ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മൂവ് ചെയ്യുമ്പം ബോഡി താഴേക്കാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ എയുടെ വാല്യൂ എന്തായിട്ട് എടുക്കണം? സ്മോൾ ജി പ്ലസ് ജി ആയിട്ടാണ് വേണ്ടത്. ചില ക്വസ്റ്റ്യനിൽ ടേക്ക് ജി ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയും. അങ്ങനെ ടേക്ക് ജി ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ ജിയുടെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വേണം എടുക്കാനായിട്ട്. എടുത്ത് പറയുകയാണെങ്കിൽ ജി 10 എടുത്ത് തന്നെ ചെയ്യുക. പറയുന്നില്ല എന്നുണ്ടെങ്കിൽ 10 എടുക്കരുത്, ജി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഹാഫ് എക്ക് പകരം എന്താണ്? ജി ടി സ്ക്വയർ. അപ്പോൾ എന്ത് വരുന്നു? ഹാഫ് ജി ടി സ്ക്വയർ ഈക്വൽ ടു എച്ച് എന്ന് വരുന്നു. സോ ടി സ്ക്വയർ ഈക്വൽ ടു എന്ത് വരുന്നു? 2h ഡിവൈഡഡ് ബൈ ജി എന്ന് വരും. സോ ഇതിൽ നിന്നും ടി ഈക്വൽ ടു റൂട്ട് ഓഫ് 2h ബൈ ജി എന്ന് എടുക്കാം. ടൈം എന്ത് കിട്ടി? റൂട്ട് ഓഫ് 2h ഡിവൈഡഡ് ബൈ ജി എന്ന് കിട്ടി. അതായത് താഴെ എത്താൻ എടുക്കുന്ന സമയം റൂട്ട് ഓഫ് 2h ഡിവൈഡ് ബൈ ജി ആണ്. അതേ റൂട്ട് ഓഫ് 2h ജി ബൈ ജി എന്ന സമയം കൊണ്ടാണ് ഈ ഹൊറിസോണ്ടലി യു എന്ന വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ബോഡി ഈ ഒരു ട്രജക്ടറിയിൽ കൂടി ഈ ഒരു പാത്തിലൂടെ ട്രാവൽ ചെയ്ത് താഴെ എത്തുന്നത്. സോ അപ്പോൾ ഈ ഹൊറിസോണ്ടൽ റേഞ്ച് 6 എന്ന് പറയുന്നത് 6 എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കത്തില്ലേ? വെലോസിറ്റി ഇൻറ്റു ടൈം. കാരണം വെലോസിറ്റിയുടെ ആ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമാണ്. അപ്പോൾ അതിനിങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും വെലോസിറ്റി ഇൻറ്റു ടൈം വരും. സോ യു എന്ന വെലോസിറ്റിയിലാണ് എന്ത് ചെയ്തേക്കുന്നത്? ട്രാവൽ ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? റൂട്ട് ഓഫ് 2h ഡിവൈഡഡ് ബൈ ജി ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടും. എന്താ കിട്ടുന്നത്? ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്ന കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഡയറക്ഷനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എന്തുണ്ടാവും? ഈ ഒരു പോയിന്റ്, ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ എന്തുണ്ടായിരിക്കും? ഇങ്ങോട്ട് യു എന്നുള്ള വെലോസിറ്റി ഉണ്ടായിരിക്കും, താഴോട്ട് എന്തുണ്ടായിരിക്കും? ജി ടി എന്നുള്ള വെലോസിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു മൊമെൻറ്റിലുള്ള വെലോസിറ്റി എന്ന് പറയും. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള വെലോസിറ്റിയും അതിൻ്റെ ഡയറക്ഷനും എന്നൊക്കെ പറയുന്നത് ഇതായിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന തീറ്റ ആംഗിളോ അതോടൊപ്പം തന്നെ വി ഒക്കെ കണ്ടുപിടിക്കുക. ജി ടി ഒക്കെ എങ്ങനെയാണ് വന്നത് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈമാണ്. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം?
ക്രോസ് ചെയ്യാം. ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു പോയിന്റിലുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ g ആണ്. അത് ഇവിടുന്ന് ഇവിടം വരെ എത്താൻ എടുക്കുന്ന സമയം t ആണ്. സോ gt എന്ന് പറയുന്നതായിരിക്കും ഗ്രൗണ്ടിലോട്ടുള്ള വെലോസിറ്റി. അതുകൊണ്ടാണ് ഈ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുന്ന ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തത് ഇതിനകത്തുള്ള എന്താണ്, ആ ഒരു ഹൊറിസോണ്ടലി ഉള്ള വെലോസിറ്റിയുടെ കമ്പോണൻ്റ് അതിനകത്തുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെക്റ്ററിനെ പറ്റിയിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോയിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത തരം എന്തിലേക്ക് പോവാം? പ്രൊജക്റ്റൈൽ മോഷനിലേക്ക് പോകാം. അടുത്ത തരം എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടലി ഉള്ള ലെവലിന് ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഹൊറിസോണ്ടൽ ലെവലിന് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്യുകയാണ് എങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്ന മോഷൻ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ കണ്ടുപിടിക്കേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടൊക്കെ നമുക്ക് നോക്കാം. യു എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ വെലോസിറ്റിയോട് കൂടി ഹൊറിസോണ്ടലി ഉള്ള ആ ഒരു ലെവലിന് തീറ്റ എന്നുള്ളൊരു ആംഗിളിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ഒരു ബോൾ കിക്ക് ചെയ്യാണ്, ഗ്രൗണ്ടിലിരിക്കുന്ന ഒരു ബോൾ കാല് വെച്ച് ഉപയോഗിച്ചിട്ട് കിക്ക് ചെയ്യാണ്. ആ ബോൾ നേരെ ഇങ്ങനെ പൊങ്ങിയാൽ പോകും. സോ എന്ന് പറയുമ്പം അതാണ് ഇനിഷ്യലി ഉള്ള വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ആ വെലോസിറ്റിയുടെ കമ്പോണൻറ്റും ആ വെലോസിറ്റിയും ഗ്രൗണ്ടുമായിട്ടൊരു ആംഗിൾ ഉണ്ടാകുന്നുണ്ട്. സോ ഈ പറയുന്ന ബോൾ എന്ത് ചെയ്യുന്നു, അതാണ്ട ഒരു ഗ്രൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു, എച്ച് എന്ന് പറയുന്നൊരു മാക്സിമം ഹൈറ്റ് വരെ എത്തുന്നു. ഇവിടെ എത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, പിന്നെ അത് എന്ത് ചെയ്യുന്നു, താഴോട്ട് വന്ന് നേരെ വീണ്ടും ഇവിടെ തന്നെ വന്ന് വീഴുന്നു, ഗ്രൗണ്ടിൽ തന്നെ വന്ന് വീഴുന്നു. സോ ഇനീഷ്യലി അത് ഗ്രൗണ്ടിലാണ്, ഫൈനലിയും അത് ഗ്രൗണ്ടിൽ തന്നെയാണ്. തുടക്കവും ഒടുക്കവും ഇവിടെ തന്നെയാണ്, ഗ്രൗണ്ടിൽ തന്നെ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ ഇനി ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇത് എത്ര ഉയരത്തിൽ പോകുന്നുണ്ട്? ക്യാപിറ്റൽ H ഉയരം വരെ പോകുന്നുണ്ട്. ഇനി ഈ O എന്ന് പറയുന്ന ഈ ഒറിജിനിൽ നിന്നും എ എന്ന് പറയുന്ന ഇവിടം വരെ ക്യാപിറ്റൽ R ഡിസ്റ്റൻസ് അതെന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ടി എന്ന് പറയുന്നത് അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റുമാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയാം ഓയിൽ നിന്ന് എ എന്ന പോയിൻ്റ് വരെ എത്താൻ അത് എത്ര സമയം എടുക്കുന്നു, ഓയിൽ നിന്ന് എ വരെ എത്താനായിട്ട് അത് എത്ര സമയം എടുക്കുന്നു. അപ്പം ഈ ഒരു കേസ് വെച്ചിട്ടാണ് നമ്മളതിൻ്റെ ബാക്കി ഡെറിവേഷൻസും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നത്, പറഞ്ഞ് പോകുന്നത്. അപ്പോൾ ബാക്കി പറയാം. ഇവിടെ യു എന്ന് പറയുന്ന ഹൊറിസോണ്ടലുമായിട്ട് തീറ്റ എന്നുള്ള ആംഗിളിലാണ് ഇതിൽ കൊടുക്കുന്ന ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ അങ്ങനെ ഇനീഷ്യൽ വെലോസിറ്റി കൊടുത്ത ഈ പറയുന്ന ബോൾ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് ഒ എന്ന് പറയുന്ന ഗ്രൗണ്ട് ലെവലിൽ നിന്നും സി എന്ന് പറയുന്ന എവിടെ എത്തുന്നുണ്ട്, പോയിൻ്റ് ഓഫ് മാക്സിമം ഹൈറ്റ്, അല്ലെങ്കിൽ അതിന് വെർട്ടിക്കലി എന്തുണ്ടാകുന്നുണ്ട്, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാകുന്നു. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. അതോടൊപ്പം എ എന്ന് പറയുന്നത് എന്താണ്, ഫൈനൽ പോയിൻ്റാണ്. അത് കറക്റ്റ് ആദ്യമേ ഗ്രൗണ്ടിൽ O എന്ന് പറയുന്ന പോയിൻ്റ് ഇരുന്ന ആ ഒരു ബോൾ നേരെ എന്ത് ചെയ്യുന്നു, ഗ്രൗണ്ടിൽ 6 ഡിസ്റ്റൻസ് അകലത്തിലുള്ളൊരു പോയിന്റിലേക്ക് മാറുന്നു. എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ടാകുന്നുണ്ട്, ഹൊറിസോണ്ടലി എന്തുണ്ടാകുന്നുണ്ട്, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട്. ഹൊറിസോണ്ടലി എന്തുണ്ടാകുന്നുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടാകുന്നുണ്ട്, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഈ ബോളിന്. അപ്പോൾ അതിന് പക്ഷേ ഈ പറയുന്ന യു എന്നുള്ള വെലോസിറ്റി ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ യുവിൻ്റെ ഒരു ഭാഗം ഹൊറിസോണ്ടലായിട്ടും യുവിൻ്റെ ഒരു ഭാഗം വെർട്ടിക്കലായിട്ടും എന്ത് ചെയ്യണം,
ആക്ട് ചെയ്യണം. സോ യു എന്നുള്ള വെലോസിറ്റി എന്ത് ചെയ്യുന്നു, രണ്ട് കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യുന്നു. യു കോസ് തീറ്റ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും യു സൈൻ തീറ്റ എന്നുള്ള കമ്പോണൻറ്റ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. അതായത് തീറ്റയോട് അടുത്ത് കിടക്കുന്നത് എന്താണ്, യു കോസ് തീറ്റ എന്നുള്ള കമ്പോണൻ്റ് ആണ്. പെർപെൻഡിക്കുലറായിട്ട് കിടക്കുന്നത് എന്താണ്, യു സൈൻ തീറ്റ എന്നുള്ള കമ്പോണൻറ്റ്. നമ്മൾ റെക്റ്റാങ്കുലർ കമ്പോണൻസിനെ പറ്റിയിട്ട് പഠിച്ചില്ലായിരുന്നു. യു സൈൻ തീറ്റയുടെയും യു കോസ് തീറ്റയുടെയും റിസൾട്ടൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, യു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തിരിച്ച് പറഞ്ഞാൽ ആ യുവിനെ എന്ത് ചെയ്യുന്നു, രണ്ട് വെക്റ്റേഴ്സായിട്ട് എന്ത് ചെയ്യുന്നു, റിസോൾവ് ചെയ്യുന്നു. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് യു കോസിൻ്റെയും വെർട്ടിക്കൽ കമ്പോണൻറ്റ് യു സൈൻ തീറ്റയും. ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റ് യു സൈൻ തീറ്റ ഉള്ളത് കൊണ്ടാണ് ഈ മുകളിലോട്ട് പോകുന്ന ബോൾ എവിടം വരെ, ഈ സി വരെത്താൻ കാരണം ഈ മുകളിലോട്ട് ആക്കി ചെയ്യുന്നത് യു സൈൻ തീറ്റയാണ്. മുകളിലോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ ഇത് ഹൊറിസോണ്ടലി മൂവ് ചെയ്യാനായിട്ടുള്ള കാരണം യുവിൻ്റെ ഒരു ഭാഗം യു കോസ് തീറ്റ ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. സോ അതാണ് ഈ പറയുന്ന രണ്ട് കമ്പോണൻറ്റുകളുടെ എന്ത് എന്ന് പറയുന്നത്, സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. യു കോസ് തീറ്റ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്, യു സൈൻ തീറ്റ എന്താണ്, വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. നമ്മൾ ആദ്യമേ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്ന കാര്യമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ നിന്നും എത്ര ഉയരത്തിൽ വരെ ഈ ബോൾ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് എത്തി എന്നതാണ്. സോ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കുന്ന കേസ് വരുമ്പോൾ, മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കേണ്ട കേസ് വരുമ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ മോഷൻ കൺസിഡർ ചെയ്യണോ വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, വെർട്ടിക്കൽ മോഷനാണ് കൺസിഡർ ചെയ്യേണ്ടത്. കാരണം ഗ്രൗണ്ട് ലെവലിൽ നിന്നും എത്ര ഉയരത്തിൽ വരെ ആ ഒബ്ജക്റ്റ് എത്തി എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വി കൺസിഡർ വെർട്ടിക്കൽ മോഷൻ. എന്താണ് കൺസിഡർ ചെയ്യുന്നത്, വെർട്ടിക്കൽ മോഷനാണ് കൺസിഡർ ചെയ്യുന്നത്. വെർട്ടിക്കൽ മോഷനാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് u0 എന്ന് പറയുന്നത് എന്താ എടുക്കണം, യു സൈൻ തീറ്റ എടുക്കണം. യു അല്ല എടുക്കേണ്ടത്, വെർട്ടിക്കൽ മോഷനാണ് കൺസിഡർ ചെയ്യുന്നത്. സോ u0 = യു സൈൻ തീറ്റ. മറ്റേത് തീർന്നു, +1. u0 = യു സൈൻ തീറ്റ. വെർട്ടിക്കൽ കമ്പോണൻറ്റ് വേണം എന്ത് ചെയ്യാനായിട്ട്, കൺസിഡർ ചെയ്യാനായിട്ട്. എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്, വെർട്ടിക്കൽ കമ്പോണൻറ്റ് വേണം എന്ത് ചെയ്യാൻ, കൺസിഡർ ചെയ്യാൻ. അറ്റ് മാക്സിമം ഹൈറ്റ് മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ ഒബ്ജക്റ്റ് എന്തിലാവുന്നുണ്ട്, റസ്റ്റിലാവുന്നു. അത് ശ്രദ്ധിക്കണം. ഒബ്ജക്റ്റ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, സി എന്ന് പറയുന്ന പോയിൻ്റാണ്. എന്ത് പോയിൻ്റാണ്, സി എന്ന് പറയുന്ന പോയിൻ്റാണ്. അപ്പോൾ ആ സി എന്ന് പറയുന്ന പോയിൻ്റ് വരെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിന് മുകളിലോട്ട് എന്തുണ്ടാകുന്നുള്ളൂ, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുള്ളൂ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് എന്തില്ല, ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. പിന്നെ ഹൊറിസോണ്ടലി പിന്നെ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ചെയ്ത് എന്ത് ചെയ്യണം, താഴേക്ക് വീഴുക. മനസ്സിലാവുന്നുണ്ടോ, എന്ത് ചെയ്യാണ്, താഴേക്ക് വീഴുകയാണ്. സോ അപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത് എന്താണ്, 0 ആവുകയാണ്. ഫൈനൽ വെലോസിറ്റി എന്തായിട്ട് മാറുകയാണ്, 0 ആവുകയാണ്. സോ അതുകൊണ്ട് വെർട്ടിക്കൽ മോഷനാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, -g ആയിട്ട് വേണം എടുക്കാൻ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എ എന്തായിട്ട് വേണം എടുക്കാൻ, -g ആയിട്ട് വേണം എടുക്കാൻ. വീണ്ടും ഓർപ്പിക്കുകയാണ്, മോഷൻ വെർട്ടിക്കലി മുകളിലോട്ടാണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആക്ട് ചെയ്യുന്ന താഴേക്കാണ്. സോ അതുകൊണ്ടാണ് അവിടെ എ എന്ന് പറയുന്നത് എന്തായിട്ട് എടുത്തേക്കുന്നത്, -g ആയിട്ട് എടുത്തേക്കുന്നത്. എന്തായിട്ട് എടുത്തേക്കുന്നത്, -g ആയിട്ട് എടുത്തേക്കുന്നത്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് is equal to s is equal to h ആണ്. h ഉയരം വരെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ളൊരു ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ട്. എന്താണ്, v² - u0² = 2as എന്ന് പറയുന്ന ഇക്വേഷൻ. v² - u² = 2as. ഞാൻ അവിടെ u എടുക്കാൻ ഓൾറെഡി ഇവിടെ
ഇനീഷ്യൽ വെലോസിറ്റി യു അതുകൊണ്ടാണ് ഇനീഷ്യൽ വെലോസിറ്റിക്ക് അവിടെ u0 എന്ന് കൊടുത്തത്. സോ നമുക്ക് ഈ പറയുന്ന നമ്മുടെ വാല്യൂസൊക്കെ എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, വി എന്താണ്, ഫൈനൽ വെലോസിറ്റി എന്താണ്, 0 ആണ്, മൈനസ് യു അത് u0 ഇനീഷ്യൽ വെലോസിറ്റി u സൈൻ തീറ്റയാണ്. സോ u സൈൻ തീറ്റയുടെ സ്ക്വയർ 2 ഇൻറ്റു എ എന്തുവാണ്, മൈനസ് g, എസ് എന്താണ്, h ആണ്. സോ മൈനസിനല്ല സ്ക്വയർ, മൈനസ് u0ക്കാണ് സ്ക്വയർ. സോ u0 u സൈൻ തീറ്റയാണ്. സോ u സൈൻ തീറ്റയ്ക്ക് മാത്രം സ്ക്വയർ കൊടുത്താൽ മതി. മൈനസിനോട് സ്ക്വയർ ഇട്ട് പ്ലസ് ആക്കി എഴുതി വെക്കരുത്. സോ മൈനസ് സൈൻ ഉണ്ട്, യുവിൻ്റെ സ്ക്വയർ u സ്ക്വയർ, സൈൻ തീറ്റയുടെ സ്ക്വയർ എഴുതുന്നത് സൈൻ സ്ക്വയർ തീറ്റ എന്നാണ് എഴുതുന്നത്. സൈൻ എക്സിൻ്റെ സ്ക്വയർ എഴുതുന്നത് എങ്ങനെയാണ്, സൈൻ സ്ക്വയർ എക്സ് എന്നാണ്. അതല്ല സൈൻ തീറ്റയുടെ സ്ക്വയർ ആകുമ്പം സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. സോ u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2gh. സോ രണ്ട് സൈഡിലുള്ള മൈനസ് രണ്ടും എന്ത് ചെയ്ത് കളയാം, ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി h ഈക്വൽ ടു എന്ത് വരും, h ഇസ് ഈക്വൽ ടു 2g ഇഞ്ഞ് താഴെ വരും, എന്ത് വരും, u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g എന്ന് വരും. എന്ത് എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ. ക്യാപിറ്റൽ എച്ച് മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g എന്ന് വരും. ഓക്കെ, അപ്പം ഇതാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ. സോ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്തോ കിട്ടി, ഇതാ ഇവിടെ എഴുതിയിട്ടേക്കാം, u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. നമ്മൾ മാക്സിമം ഹൈറ്റ് ക്യാപിറ്റൽ എച്ച് കണ്ടുപിടിക്കാൻ, അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും എത്ര ഉയരം വരെ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചത് എന്താണ്, വെർട്ടിക്കൽ മോഷനാണ് അവിടെ കൺസിഡർ ചെയ്തത്. എന്താണ് കൺസിഡർ ചെയ്തത്, വെർട്ടിക്കൽ മോഷനാണ് കൺസിഡർ ചെയ്തത് എന്ന കാര്യം ഓർക്കുക. ഓക്കെ, സോ വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്, എ എന്ന് പറയുന്ന മൈനസ് ജി ആണ്. വെർട്ടിക്കൽ മോഷൻ ആയതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി u സൈൻ തീറ്റയാണ്. കാരണം വെലോസിറ്റിയുടെ വെർട്ടിക്കലി ഉള്ള കമ്പോണൻ്റ് ആരാണ്, u സൈൻ തീറ്റയാണ്. ഓക്കെ, സോ ഇനി മാക്സിമം ഹൈറ്റ് സി എന്ന് പറയുന്ന പോയിൻ്റ് പ്രത്യേകത എന്താണ്, സി എന്ന് പറയുന്ന പോയിൻ്റ് വരെ മാത്രമേ അതിന് മുകളിലേക്ക് എന്തുള്ളൂ, മോഷനുള്ളൂ. പിന്നീട് മുകളിലേക്ക് മൂവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് പിന്നീട് മുകളിലോട്ട് വെലോസിറ്റി കമ്പോണൻ്റ് ഇല്ല. മുകളിലോട്ടുള്ള വെലോസിറ്റി മുകളിലോട്ട് പോകുന്തോറും എ എന്ന് പറയുന്ന മൈനസ് ജി ആയതുകൊണ്ട് ആ വെലോസിറ്റി കുറഞ്ഞ് സിയിലെത്തിയപ്പം വെലോസിറ്റി എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. സോ അറ്റ് സി വെലോസിറ്റി എന്താണ്, 0 ആണ്. സോ അവിടെ വരെ എത്തുമ്പോഴത്തേക്കും എത്ര ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാകുന്നത്, ഗ്രൗണ്ട് ലെവലിൽ നിന്നും h ഡിസ്റ്റൻസിലാണ് അത് ട്രാവൽ ചെയ്തത്. പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള എന്താണ്, ഇക്വേഷൻ ഓഫ് മോഷനകത്ത് എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് മാക്സിമം ഹൈറ്റിനെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ്, അതായത് ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് ഈ പ്രൊജക്റ്റിൽ എയിലെത്താൻ എത്ര സമയമെടുക്കുന്നു, ഈ ഒരു എയറിലൂടെ ട്രാവൽ ചെയ്ത് എയിലെത്താനായിട്ട് എത്ര സമയമെടുക്കുന്നു, ആ ടൈം ഓഫ് ഫ്ലൈറ്റിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ ടൈം ഓഫ് ഫ്ലൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന കാര്യത്തെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കുക. ഇവിടെയും കൺസിഡർ ചെയ്യുന്നത് വെർട്ടിക്കൽ മോഷനാണ് എന്ന കാര്യം ഓർക്കുക. സോ വെർട്ടിക്കൽ മോഷൻ ആയതുകൊണ്ട് എ എന്ന് പറയുന്നത് മൈനസ് ഡി ആയിരിക്കും. എന്തുകൊണ്ട് വെർട്ടിക്കൽ മോഷൻ പറഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാവും. അടുത്ത കേസൊക്കെ പറയാം. ഇനീഷ്യൽ വെലോസിറ്റി u0 എന്ന് പറയുന്നത് u സൈൻ തീറ്റ ആയിരിക്കും. ടി എന്ന് പറയുന്നതാണ് ടൈം ടേക്കൺ ടു റീച്ച് ദ പോയിൻ്റ് എ എന്ന് പറയുന്ന പോയിന്റ് ഒയിൽ തുടങ്ങി എയിലെത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണ്. ഈ ഒ എന്ന് പറയുന്ന നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന എന്ത് മോഷനാണ്, വെർട്ടിക്കൽ മോഷനാണ്, മുകളിലോട്ടുള്ള മോഷനാണ്. സോ ഒയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലോട്ട് പോയിട്ട് എവിടെ എത്തി, എയിലെത്തി. ഇനി ഒ എന്ന് പറയുന്ന പോയിന്റും എ എന്ന് പറയുന്ന പോയിന്റും രണ്ടും ഒരേ ഹൊറിസോണ്ടൽ ലെവലല്ലേ കിടക്കുന്നത്.
ഒയും സിയും നോക്കിക്കഴിഞ്ഞാൽ ഒയിൽ നിന്ന് എച്ച് ഉയരത്തിലാണ് സി. അതുപോലാണോ എ? ഒയും എയും എന്താണ്? ഒരേ ഹൊറിസോണ്ടൽ ലെവലിലാണ്. സോ ഒ ആൻഡ് എ ആർ ഇൻ സെയിം ഹൊറിസോണ്ടൽ ലെവൽ. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്നത് എന്താണ്? 0 ആയിരിക്കും. കാര്യം മനസ്സിലാക്കുക. എസ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഹൊറിസോണ്ടലി എന്ത് ഈ പറയുന്ന ഹൊറിസോണ്ടലി മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? മൂവ് ചെയ്യുള്ളൂ. വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. വെർട്ടിക്കലി എന്തുണ്ടായിട്ടില്ല? ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. എച്ച് ഉയരത്തിൽ വരെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എച്ച് ഉയരം താഴേക്കും വരുന്നുണ്ട്. സോ മുകളിലോട്ട് പോസിറ്റീവ് വെച്ച് എടുത്ത് കഴിഞ്ഞാൽ താഴോട്ട് നെഗറ്റീവ് വെച്ച് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇനിഷ്യലിയും ഫൈനലിയും ഒരേ ഹൊറിസോണ്ടൽ ലെവലിൽ തന്നെയാണ് ഈ പറയുന്ന ഒബ്ജക്റ്റുകൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുന്നു? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. സോ നമുക്കറിയാവുന്ന ഇക്വേഷൻ ഉണ്ട്. എസ് ഇസ് ഈക്വൽ ടു എന്താണ്? എസ് ഇസ് ഈക്വൽ ടു u0 t പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യാപിറ്റൽ ടി എന്നുള്ള സമയം കൊണ്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിട്ട് മാറുന്നത്? 0 ആയിട്ട് മാറുന്നത്. സോ u0യ്ക്ക് പകരം എന്ത് കൊടുക്കാം? u സൈൻ തീറ്റ ഇൻറ്റു ടിക്ക് പകരം ക്യാപിറ്റൽ ടി പ്ലസ് ഹാഫ് ഇൻറ്റു സൈനുകളെല്ലാം കൃത്യമായിട്ട് ഇട്ടോണേ. എ എന്ന് പറയുന്നത് വെർട്ടിക്കൽ മോഷൻ ആയതുകൊണ്ടാണ് എന്ത്? മൈനസ് ഡി ആയത്. സോ ഹാഫ് ഇൻറ്റു മൈനസ് ടി ഇൻറ്റു ടി സ്ക്വയർ ആണ്. സോ ക്യാപിറ്റൽ ടിയുടെ സ്ക്വയർ. സോ എന്ത് വരുന്നു? 0 ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ടി മൊത്തത്തിൽ മൈനസ് ആവും. സോ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. സോ നമുക്കെന്ത് ചെയ്യാം? ഈ മൈനസ് ഹാഫ് ജി ടി സ്ക്വയറിന് ഇപ്പുറം കൊണ്ടുവരാം. എന്ത് വരുന്നു? 0 പ്ലസ് ആവും. സോ ഹാഫ് ജി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ടി. ഇപ്പോൾ ഇവിടുത്തെ ഒരു ടീയും ക്യാൻസലാവും. ബാക്കി ഇവിടെ ക്യാപിറ്റൽ ടി മാത്രം ഇട്ട് കഴിഞ്ഞാൽ 2 ഇഞ്ഞ് ഇവിടെ വരും, ജി ഇഞ്ഞ് താഴെ വരും. സോ ക്യാപിറ്റൽ ടി ഈക്വൽ ടു ഒരു ടീം കട്ട് ചെയ്ത് കളയുന്നു. ഇവിടെ ഒരു ടി മാത്രമേ വരുന്നുള്ളൂ. 2നെ ഇഞ്ഞ് ക്രോസ് ചെയ്യുന്നു, ജി ഇഞ്ഞ് താഴെ വരുന്നു. സോ 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ സ്മോൾ ജി. ഇതാണ് എന്തെന്ന് പറയുന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റ്. അതായത് ഒയിൽ നിന്നും എയിലെത്താൻ എടുക്കുന്ന സമയം. ക്യാപിറ്റൽ ടി എസ് ഇവിടെ എന്ത് വരുന്നു? 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ സ്മോൾ ജി. സോ ഇതാണ് എന്തെന്ന് പറയുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. എന്താ പറയുന്ന? ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണ് എന്നുള്ള കാര്യം ക്ലിയർ ആയല്ലോ. അതായത് ഓയിൽ തുടങ്ങി എയിലെത്താനെടുക്കുന്ന സമയം. അപ്പോൾ ആ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്ത എന്താണ്? വെർട്ടിക്കൽ മോഷനാണ്. അതുകൊണ്ട് എ എന്ന് പറയുന്ന മൈനസ് ടി. വെർട്ടിക്കൽ മോഷൻ്റെ കേസിൽ ഇനിഷ്യൽ വെലോസിറ്റി യു സൈൻ തീറ്റയാണ്. കാരണം വെർട്ടിക്കലി ഉള്ള വെലോസിറ്റിയുടെ കമ്പോണൻറ്റ് യു സൈൻ തീറ്റയാണ്. ഓയിൽ നിന്ന് എയിലെത്താൻ ക്യാപിറ്റൽ ടി ആണ്. അപ്പോൾ അത്രയും സമയം കൊണ്ട് എന്താണ്? ഹൊറിസോണ്ടൽ ലെവലിൽ ഒരേ പോയിന്റിൽ തന്നെയാണ്. വെർട്ടിക്കലി ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? 0 ആണ്. ഒയും എയും എല്ലാം ഒരേ ഹൊറിസോണ്ടൽ ലെവലിൽ തന്നെയാണ് കിടക്കുന്നത്. മുകളിലോട്ട് എന്തില്ല? ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. സോ എസ് എന്ന് പറയുന്നത് എന്ത് കൊടുക്കുന്നു? 0 കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബേസിക്കായുള്ള ഇക്വേഷനിൽ u0 t പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? സോൾവ് ചെയ്തേക്കാണ്. ഓക്കെ, അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിലൊരു കാര്യം കൂടിയാണുള്ളത്. ഈ ഹൊറിസോണ്ടലി ഉള്ള റേഞ്ച് ഓയിൽ നിന്ന് എ വരെ എത്ര ദൂരം അത് ട്രാവൽ ചെയ്യുന്നു എന്ന കാര്യത്തെ പറ്റിയിട്ടാണ് അടുത്തതായിട്ട് നമുക്ക് പറയേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഹൊറിസോണ്ടൽ റേഞ്ചിനെ പറ്റിയിട്ട് പറയാം. ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്ന കാര്യമാണ്. കാരണം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻറ്റു
സോറി ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈമാണ്. സോ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് സീക്വട്ട് എന്താ വരുന്നു, വെലോസിറ്റി ഇൻറ്റു ടൈം വരുന്നു. സോ ആർ ഇസ് ഈക്വൽ ടു ഹൊറിസോണ്ടലി ഉള്ള വെലോസിറ്റി എന്താണ്, യു കോസ് തീറ്റയാണ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, യു കോസ് തീറ്റയാണ്. ഓയിൽ നിന്ന് എ വരെ മുകളിലായാലും ഇതിലെ ആയാലും ഓയിൽ നിന്ന് എയിലെത്താൻ എടുക്കുന്ന സമയം, ടൈം ടേക്കൺ ടു റീച്ച് എന്ന് പറയുന്നത്, ടൈം ടേക്കൺ ടു റീച്ച് എ ഫ്രം ഒ എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ ടി ആണ്. സോ ആ ക്യാപിറ്റൽ ടി എന്താ കിട്ടി, 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് കിട്ടിയിട്ടുണ്ട്. 2u സൈൻ തീറ്റ ഡിവൈഡ് ബൈ ജി എന്ന് കിട്ടിയായിരുന്നു. സോ എന്ത് കിട്ടും, ആർ ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം, യു കോസ് തീറ്റ, വെലോസിറ്റി യു കോസ് തീറ്റ ആണ്, ഇൻറ്റു ക്യാപിറ്റൽ ടി എന്ന് കൊടുക്കാം. ദാറ്റ് ഇസ് ആർ ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. സോ ആർ ഇസ് ഈക്വൽ ടു 2u സ്ക്വയർ, യു ഇൻറ്റു യു എന്ത് വരുന്നു, യു സ്ക്വയർ വരുന്നു. പിന്നുള്ളത് എന്താണ്, ഇൻറ്റു 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇതൊരു ട്രിഗണോമെട്രിക് റിലേഷനാണ്. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റയാണ്. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, സൈൻ 2 തീറ്റയാണ്. സോ 2 സൈൻ തീറ്റ കോസ് തീറ്റയ്ക്ക് വരുന്ന കൊടുക്കാം, സൈൻ 2 തീറ്റ എടുക്കാം. ആർ ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് വരും. സോ ആറിൻ്റെ ഇക്വേഷൻ എന്താ കിട്ടി, യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. അപ്പോൾ ഇത് മൂന്നുമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഹൊറിസോണ്ടലിന് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്ത എന്തിൻ്റെ, പ്രൊജക്റ്റിൻ്റെ കേസിലുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാൻ ഇക്വേഷൻ്റെ കാര്യങ്ങൾ മാത്രം, അതായത് ഇടയിലുള്ള സ്റ്റെപ്പുകളൊന്നും പറയുന്നില്ല, ആ ഇക്വേഷനുകൾ മാത്രം വന്ന സ്റ്റെപ്പുകൾ മാത്രം ഒന്ന് എഴുതിയിട്ടേക്കാണ്, ഒരുമിച്ചൊന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇവിടെ ജസ്റ്റ് ഹൊറിസോണ്ടൽ റേഞ്ച് യു കോസ് തീറ്റ എന്ന് പറയുന്നതാണ് ഹൊറിസോണ്ടലി ഉള്ള വെലോസിറ്റി. ആ യു കോസ് തീറ്റ ഹൊറിസോണ്ടലി ട്രാവൽ ചെയ്ത് ക്യാപിറ്റൽ ടി എന്നുള്ള സമയം കൊണ്ടാണ് എയിലെത്തുന്നത്. സോ അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ വെലോസിറ്റി ഇൻറ്റു ആ ടൈം ആയിരിക്കും. നമ്മൾ നേരത്തെ പ്രൊജക്റ്റിൻ്റെ കേസിൽ ചെയ്ത പോലെ തന്നെ, വെർട്ടിക്കലിൻ്റെ കേസിൽ ചെയ്ത പോലെ തന്നെ, താഴെ എത്താൻ എടുക്കുന്ന സമയം, ആ സമയത്ത് എന്ത് ഹൊറിസോണ്ടലുള്ള വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി, ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടി. അതേപോലെ എടുത്ത സമയം ക്യാപിറ്റൽ ടി ആണെങ്കിൽ ആ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആ ഡയറക്ഷനിലുള്ള എന്ത് കിട്ടുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കേസിലുള്ള മാക്സിമം ഹൈറ്റും അതേപോലെ തന്നെ എല്ലാം ഒന്ന് ഒരുമിച്ച് ആ ഇക്വേഷനുകൾ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാനായിട്ട് ഒന്ന് എഴുതിയിട്ടേക്കാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ പോവാണ്. മാക്സിമം ഹൈറ്റ് ക്യാപിറ്റൽ എച്ച്, വെർട്ടിക്കൽ മോഷനാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് എ എന്ന് പറയുന്നത് എന്താണ്, -t ആണ്. u0 എന്ന് പറയുന്നത് യു സൈൻ തീറ്റയാണ്. എസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് ആണ്. സോ വി എന്ന് പറയുന്നത് 0 ആണ്. സോ എന്ത് വരുന്നു, വി സ്ക്വയർ മൈനസ് u0 സ്ക്വയർ ഈക്വൽ ടു 2as. സോ അത് വെച്ചിട്ടാണ് നമ്മൾ എഴുതിയത് എന്താണ്, വി സ്ക്വയർ എന്ന് പറയുന്നത് 0 ആണ്. ഫൈനൽ വെലോസിറ്റി എന്തായിട്ട് മാറുന്നു, 0 ആയിട്ട് മാറുന്നു. മൈനസ് യു സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു -t ഇൻറ്റു എച്ച്. സോ മൈനസ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു -2gh. സോ മൈനസ് രണ്ടും കട്ട് ചെയ്ത് കളയാം. എച്ച് സീക്വൽ ടു എന്ത് വരുന്നു, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g എന്ന് വരുന്നു. അടുത്ത കേസ് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ഇവിടെയും കൺസിഡർ ചെയ്തത് എന്താണ്, വെർട്ടിക്കൽ മോഷൻ തന്നെയാണ്. സോ അതുകൊണ്ടാണ് എ എന്ന് പറയുന്നത് എന്തെടുത്തത്, -d എന്നെടുത്തത്.
u0 ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് u sin θ എന്നുള്ള വെർട്ടിക്കൽ കമ്പോണൻ്റ് എടുത്തത്. പിന്നെ എസ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. കാരണം രണ്ടും എന്താണ്? ഒരേ ഹൊറിസോണ്ടൽ ലെവലിൽ തന്നെയാണ്. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. സോ എസ് ഇസ് ഈക്വൽ ടു u0 t പ്ലസ് ഹാഫ് a t സ്ക്വയർ. സോ 0 ഈക്വൽ ടു u sin θ ഇൻറ്റു ക്യാപിറ്റൽ T പ്ലസ് ഹാഫ് ഇൻറ്റു മൈനസ് t ഇൻറ്റു ടി സ്ക്വയർ. സോ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ഇപ്പം നമ്മൾ ഹാഫ് ജി ടി സ്ക്വയർ ആവും. u sin θ ഇൻറ്റു ക്യാപിറ്റൽ T. ഒരു ടിയും ക്യാൻസൽ ആവുന്നു. സോ t ഈസ് ഈക്വൽ ടു 2u sin θ ഡിവൈഡഡ് ബൈ g. സോ ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? നമ്മൾ അവസാനത്തെ ഹൊറിസോണ്ടൽ റേഞ്ചിൽ t 2u sin θ ഡിവൈഡഡ് ബൈ g ആണ്. അതിനെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഹൊറിസോണ്ടലി ഉള്ള വെലോസിറ്റി കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടുന്നു? u cos θ ഇൻറ്റു 2u sin θ ബൈ g എന്ന് പറയുന്നത് u സ്ക്വയർ sin 2θ ഡിവൈഡഡ് ബൈ g എന്ന് പറയുന്ന ഇക്വേഷൻ്റെ വരെ വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി ഒരു കാര്യം കൂടി പറയാനായിട്ടുള്ളത്, നമ്മുടെ ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ കിട്ടിയത് എന്താണ്? റേഞ്ചിൻ്റെ ഇക്വേഷൻ കിട്ടിയത് u സ്ക്വയർ സൈൻ 2θ ഡിവൈഡഡ് ബൈ g എന്ന് പറയുന്ന ഇക്വേഷനാണ് കിട്ടിയത്. u സ്ക്വയർ സൈൻ 2θ ഡിവൈഡഡ് ബൈ g എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ. ഫോർ മാക്സിമം റേഞ്ച് ഇതിൽ സൈൻ 2θ എന്ന് പറയുന്നത് എന്തായിട്ട് മാറണം? സൈൻ 2θയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഒരു പർട്ടിക്കുലർ പർട്ടിക്കുലർ വെലോസിറ്റി ഫോർ മാക്സിമം റേഞ്ച് ഫോർ എ യു എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വെലോസിറ്റിക്ക് വേണ്ട മാക്സിമം റേഞ്ച് എന്ന് പറയും, കൂടുതൽ ദൂരം പോകാനായിട്ട്. ഇതിൽ സൈൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. സോ സൈൻ 2θയുടെ വാല്യൂ എന്താണ്? 1 ആയിട്ട് മാറണം. നമുക്കറിയാം സൈൻ 90 എന്ന് പറയുന്നതാണെന്ന് പറയുന്നത്, സൈൻ 90 അല്ലെങ്കിൽ എന്ന് പറയുന്നതാണ് 1. ദാറ്റ് ഈസ് 2θ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആണോ? 90 ഡിഗ്രി ആയിട്ട് മാറണം. അല്ലെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കണം. സോ ദിസ് ആംഗിൾ ഫോർ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്. കൂടുതൽ ദൂരം പോകാൻ ആവശ്യമായിട്ടുള്ള എന്താ പറയുക, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയാം എത്ര ഡിഗ്രി ആയിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കണം. അത് ജാവലിനൊക്കെ അറിയുമ്പോഴത്തേക്കും നമ്മുടെ കൈയുടെയും ഈ പറയുന്ന ബൈസെപ്സിൻ്റെ ഇടയിലുണ്ടാവേണ്ട എന്തെന്ന് പറയുന്നത് ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയിലാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി, പിന്നെ നമ്മൾ എറിയുന്ന സ്പീഡും കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ പർട്ടിക്കുലർ സ്പീഡിൽ ഏറ്റവും കൂടുതൽ ദൂരം എന്ത് ചെയ്യും? ഇത് പോവും. സോ അതാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷനെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത്. അപ്പം ഈ ഡെറിവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണ എഴുതി തന്നെ പഠിക്കണം. ഒപ്പം നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താ പറയുക, മോഷൻ എന്ന് പറയുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ആ ഒരു ഐഡിയ വെച്ചിട്ട് വേണം ഇതിനെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട്. 2-3 തവണ എഴുതി തന്നെ പഠിക്കുക. ഉറപ്പായിട്ടും ഇതിൽ നിന്നൊരു ഡെറിവേഷൻ 2-3 മാർക്ക് ഉറപ്പായിട്ടും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. അപ്പം ഇതിൻ്റെ പ്രോബ്ലങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ക്വസ്റ്റ്യനുകൾ അടുത്ത ക്ലാസ്സുകളിൽ തരാം. അപ്പം ഇത്രയും നന്നായിട്ട് തന്നെ നോക്കുക. ഇതിൻ്റെ അവസാനം ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇതിനകത്ത് സർക്കുലാർ മോഷൻ എന്ന് പറയുന്നൊരു ഭാഗമാണ്. അപ്പം സർക്കുലാർ മോഷനെ പറ്റിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇത്രയും നന്നായിട്ട് നോക്കുക. താങ്ക് യു.